അപ്പൊ ആ റിസ്ക് എടുക്കുന്ന ആളെയാണ് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അമീർ ഖാന്റെ നിലപാട് തെറ്റാണെന്നാണ് പറയുന്നത്. അമീർ ഖാന്റെ നിലപാടിൽ തെറ്റൊന്നുമില്ല. അമീർ ഖാന്റെ ഡിമാൻഡ്, അമീർ ഖാനെ പോലെ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരാൾ പറയുന്നത് എനിക്ക് സാലറി വേണ്ട, എനിക്ക് ലാഭവിഹിതം വേണമെന്ന് പറയുന്നത് അത് വലിയൊരു ഡിമാൻഡാണ് എന്നാണ് ഞാൻ പറയാ. ഒരു ആക്ടർ അല്ലേ, അതല്ലേ കൂടുതൽ ഡിമാൻഡിങ് അല്ലേ? ഫ്രണ്ട് എൻഡ് ലോഡിങ് അല്ലെങ്കിൽ ബാക്ക് എൻഡ് ലോഡിങ്, അത് രണ്ട് ലോഡിങ് തന്നെയാണ്. അല്ല, ഉദ്ദേശിച്ചത് സാലറി എങ്കിലും പ്രോഫിറ്റ് കൊടുക്കുന്നത് നഷ്ടമാണ്. പക്ഷെ ആ സാലറി ഒരു നടൻ ആ സിനിമയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു റിസ്ക് എടുത്തൂടെ? അദ്ദേഹം നടൻ പലപ്പോഴും തയ്യാറായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. നടൻ പലപ്പോഴും തയ്യാറായിരിക്കും. ഇപ്പം ഇവിടെ ഹിറ്റാവുന്നുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നടൻ അത്രയും പ്രോഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊഡ്യൂസർക്കായിരിക്കും നഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എല്ലാ പടത്തിലും അല്ല, ഇത് ഓരോ പ്രോജക്റ്റിനനുസരിച്ചിരിക്കും. മാർക്കറ്റുള്ള ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് മേടിക്കുന്നതാണ് ലാഭം. അമീർ ഖാൻ മാർക്കറ്റ് ഉള്ളതുകൊണ്ടാണ് അമീർ ഖാൻ അത് പറയാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞത് താരേ സമയം പോലുള്ള സിനിമകൾ സംഭവിക്കാൻ തന്നെ കാരണം ആ തീരുമാനങ്ങളാണ്. ധൂം 3ക്ക് അദ്ദേഹം ചിലപ്പോ പറഞ്ഞ പ്രതിഫലം മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ താരേ സമയം സംഭവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നിലപാടുകൾ വേണം എന്നാണ് ഉദ്ദേശിച്ചത്. നീ പറഞ്ഞ എല്ലാ സിനിമയും പുള്ളി ഷെയർ മേടിച്ചെന്നല്ലേ നീ പറഞ്ഞത് ആദ്യം? നീ ഓരോ സെന്റൻസിലും അഭിപ്രായം മാറ്റുന്നുണ്ട്. 20 വർഷമായിട്ട് എനിക്കറിയത്തില്ല. ഞാനിത് നീ പറഞ്ഞുള്ള അറിവില്ല, എനിക്കും അറിയത്തില്ല. ഞാൻ വായിച്ചിട്ടില്ല എവിടെയും. എനിക്കറിയത്തിലുണ്ട്, വാർത്ത വന്നായിരിക്കും. ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. നീ പറഞ്ഞാലോ, നീ തന്നെയാണ് ഇതേ സ്റ്റേറ്റ്മെന്റ് പറയുക, 1 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു പറയുകയും ചെയ്യും. അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ച കൺസെപ്റ്റ് ആണ് മനസ്സിലാക്കുന്നത്. അതായത് ധൂം 3 എന്നുള്ളത് ഭയങ്കര ധൂം 3 കഴിഞ്ഞു, താരേ സമയം പറഞ്ഞു. നമുക്ക് ഇതിനെ പറ്റി പറയാം. അവസരത്തിന്റെ ഞാൻ ഷെയർ ചോദിച്ചു തന്നില്ല. ഞാൻ ചോദിച്ചു തന്നില്ല. ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രി എല്ലാ ടെക്നിക്കൽ ടീമായാലും ശരി, ക്രിയേറ്റീവ് വൈസ് ആയാലും ശരി, മറ്റുള്ള ഇൻഡസ്ട്രീസ് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രിയാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എടുക്കണമെങ്കിൽ മലയാളം ആണ് ഫസ്റ്റ് റെഫർ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ തമിഴായാലും തെലുങ്കായാലും കന്നഡ ആയാലും ബഡ്ജറ്റ് വൈസ് ആയാലും ശരി, ഇപ്പം ഇൻഡസ്ട്രി വൈസ് ആയാലും ശരി, അതാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പൊ കണ്ടന്റ് ഓറിയന്റഡ് വൈസ് മാത്രം ടെക്നിക്കലി നമ്മൾ മുന്നിൽ നിൽക്കുന്ന പറഞ്ഞാലും ബഡ്ജറ്റ് വൈസ് നമ്മൾ പുറകോട്ടല്ല നിൽക്കുന്നത്. പല പടങ്ങളിലായിട്ടും ബ്ലോക്ക് ബസ്റ്ററിലായാലും 1, 2, 4, 5 പടങ്ങളേ ഉള്ളൂ എടുത്തു പറയാനായിട്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ബാക്കൗട്ട് ആയി പോകുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഇൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രി തന്നെയാണ്. അത് ബഡ്ജറ്റിന്റെ അല്ല, കളക്ഷന്റെ കാര്യത്തിലും പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്ത മണിയുടെ കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു 6% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എനിക്ക് കണക്ക് കൃത്യമാണെന്ന് അറിയില്ല, ഞാൻ ഇങ്ങനെ കേട്ടതാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 12% മുകളിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് മലയാള സിനിമ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വർഷങ്ങളിൽ 6% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു എക്സാക്ട് അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാര്യം അത് ആ സിനിമയുടെ ഇപ്പൊ മലയാളം ലാംഗ്വേജ് സിനിമകൾ കാണുന്ന ആളുകളുടെ എണ്ണത്തിലുള്ള കുറവ് തമിഴ്നാട് പോലെ അല്ലെങ്കിൽ തെലുങ്കാന, ഹൈദരാബാദ് പോലുള്ള വലിയൊരു സംസ്ഥാനവും കേരളം പോലുള്ള ചെറിയൊരു സംസ്ഥാനമാണ് എന്ന് തന്നെയാണ് അതിന്റെ പ്രത്യേകത. മലയാള ഭാഷ ഉപയോഗിക്കുന്നവരുടെ ആളെണ്ണം കുറവാണ്, ഓഡിയൻസ് കുറവാണ്. അത് തന്നെയാണ് അതിന്റെ റിയാലിറ്റി. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം ബോംബെ എന്നുള്ളൊരു സ്റ്റഡി പറയുന്നത് ഏറ്റവും കൂടുതൽ ടെലഗ്രാം ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി കേരളമാണെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പൈറസി കാണുന്ന ഓഡിയൻസ് ഉള്ളത് കേരളത്തിൽ നിന്നാണെന്നുള്ളതാണ് ബോംബെ എന്നുള്ളൊരു സ്റ്റഡി കണക്ക് പറയുന്നത്. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് നമുക്ക് ആരോട് ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാനൊന്നും പറ്റില്ല. നമ്മൾ സ്വയം എടുക്കേണ്ട തീരുമാനങ്ങളും സ്വയം എന്താ പറയാ കുറച്ചുകൂടെ വളരാനാണ്. ഇപ്പം OTT പ്രൈസ് ഡൗൺ ആകുന്നതിന്റെ പ്രധാന കാരണമായിട്ട് അവർ ആരോപിക്കുന്നത് പൈറസിയാണ്. തിയേറ്റർ എന്നുള്ളത് മാറി OTT പോലും ഇപ്പൊ കച്ചവടം നടക്കാത്ത ഒരുപാട് പടങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ OTT പോലും OTT ഇവിടെ കച്ചവടം നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തിൽ കൂടുതൽ ആയിട്ടില്ല. അതിനു മുമ്പ് ഇവിടെ സിനിമ ഓടിക്കൊണ്ടിരുന്നത് തിയേറ്ററിൽ തന്നെയാണ്. ഈ പറഞ്ഞ കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഒരു ഇറക്കുന്ന പടം കച്ചവടമായാലേ എന്തെങ്കിലും മുടക്കി മുതലെങ്കിലും തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പം പല തിയേറ്റർ ഓടിയും പിന്നെ കിട്ടുന്നത് കാശല്ലേ? ഞാൻ പറഞ്ഞത് മുടക്കി മുതലെങ്കിലും ശരിക്കും കച്ചവടമായാലേ ഇപ്പൊ 10 രൂപ മുടക്കണമെങ്കിൽ 11 രൂപ എങ്ങനെ തിരിച്ചു കിട്ടിയാലേ അത് കച്ചവടം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ലാഭം വന്ന കച്ചവടം. കച്ചവടം അങ്ങനെയല്ല, കച്ചവടത്തിൽ എല്ലാം ഉണ്ട്, നഷ്ടമല്ല കച്ചവടത്തിൽ വരും. ലാഭം വന്ന കച്ചവടമാണ്. അപ്പം ഞാൻ പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ പൈറസി ആയാലും കണ്ട സമരത്തിനും ഇതിലൊക്കെ പോകുമ്പോഴും പൈറസി എന്ന് പറയുന്ന പ്രശ്നം അവിടെ എപ്പോഴും നിൽപ്പുണ്ട്. സർക്കാരായാലും ഉറപ്പായിട്ടുണ്ട്. അങ്ങനെയല്ല, അതിന് നമുക്ക് നിയമപരമായിട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഒരുപാട് പരിധികളുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ചില സൈറ്റുകൾ നിരോധിക്കുക, അങ്ങനെയൊക്കെ പറ്റുന്നിടത്തോളം പ്രതികരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും നമുക്ക് നിയന്ത്രിക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ക്വാളിറ്റി ഉള്ളവരായി മാറുക, ഓരോ വ്യക്തിയും ഓരോ പ്രേക്ഷകനും ക്വാളിറ്റി ഉള്ളവരായി മാറുക എന്നുള്ളതാണ് ആ നിലയ്ക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. അത്രയും
നിഷേട്ട ഈടായിട്ട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫിലിമിന്റെ ഡെയിലി കളക്ഷൻ എന്താണ് പുറത്ത് വിടുന്നത് അത്ര പ്രായോഗികമായിട്ട് തോന്നുന്നില്ല, അത് തിയേറ്ററിലേക്ക് ആളെ വരുന്നത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു തോന്നുന്നില്ല. അത് പറഞ്ഞത് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഞാൻ പറഞ്ഞു കേട്ടോ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു പടത്തിന്റെ കളക്ഷനോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിടുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ അതിനെ കുറിച്ച് ധാരണ കിട്ടാൻ നല്ലതാണ്. ഞാൻ പറഞ്ഞ തിയേറ്ററിൽ ഇപ്പോൾ സ്റ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം പറയുന്നത് എത്രമാത്രം നല്ലതാണെന്നൊരു സംശയം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. അല്ല, ഇപ്പൊ അങ്ങനെ പുറത്ത് വിടുന്നുണ്ടല്ലോ ഡെയിലി കളക്ഷൻ പുറത്ത് വിടണമെന്ന് അവര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു.